പൂന്തുറയിലെ അമ്മയുടെയും മകളുടെയും മരണം കേവലം ഒരു ആത്മഹത്യയല്ല, 6 വർഷത്തെ കഠിനമായ അവഗണനയുടെയും ഒറ്റപ്പെടലിൻ്റെയും ഒടുവിലത്തെ തീരുമാനമാണ്. വിവാഹം കഴിഞ്ഞ് 6 വർഷത്തിനിടെ ഭർത്താവിനൊപ്പം ജീവിച്ചത് വെറും 25 ദിവസം മാത്രം. എന്തുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി ഇത്രയും കാലം മൗനം പാലിച്ചത്? എന്തായിരിക്കാം അവൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ? ഒരു പുരുഷന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മറ്റൊരു ജീവനെ ബലി കൊടുക്കാൻ കാരണമാകുമ്പോൾ അവിടെ തകരുന്നത് ഒരു കുടുംബം മാത്രമല്ല, ഒരു സ്ത്രീയുടെ ആത്മാഭിമാനം കൂടിയാണ്. ഈ ഗ്രീമ എന്ന പെൺകുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഒരു വിവാഹം കഴിഞ്ഞാൽ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് തൻ്റെ പങ്കാളിയുടെ സ്നേഹവും കരുതലുമാണ്. എന്നാൽ ഇവിടെ അവൾക്ക് ലഭിച്ചത് തുടർച്ചയായ പരിഹാസവും അവഗണനയുമാണ്. തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കുറവാണെന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ തൻ്റെ കുറവുകൾ കൊണ്ടാണ് ഭർത്താവ് അകന്നു നിൽക്കുന്നത് എന്ന് അവൾ വിശ്വസിച്ചിട്ടുണ്ടാകാം. പക്ഷേ കാര്യം മറ്റൊന്നായിരുന്നു. ഉണ്ണികൃഷ്ണന് ആണുങ്ങളോടാണ് കൂടുതലും താല്പര്യം. ആള് കുണ്ടനാണ് ബായി. 6 വർഷത്തിനിടെ ഭർത്താവ് വീട്ടിൽ വന്നത് ഒരു ദിവസം മാത്രം. സ്വന്തം വീട്ടിൽ വന്നതെന്ന് പറയുമ്പോൾ ചുറ്റുമുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഗ്രീമ എന്ന ഈ പെൺകുട്ടി അവൾ അനുഭവിച്ച വേദന എത്രമാത്രം വലുതായിരിക്കും. ഭർത്താവിൻ്റെ താല്പര്യങ്ങൾ മറ്റൊന്നാണെന്ന് തിരിച്ചറിയാത്ത കാലത്തോളം അവൾ സ്വന്തം ഭാഗത്തെ തെറ്റുകൾ തിരയുകയായിരിക്കാം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ എന്ന ഈ വ്യക്തി തൻ്റെ സ്വഭാവ രീതികൾ ഭാര്യയോട് തുറന്നു പറഞ്ഞില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ചതി. ഒരാളുടെ ലൈംഗിക ആഭിമുഖ്യം എന്തു തന്നെയായാലും അത് തുറന്നു പറയാതെ മറ്റൊരു ജീവിതത്തെ ഒപ്പം കൂട്ടുന്നത് ഒരു ക്രൂരത തന്നെയല്ലേ? താൻ ഗേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണെന്ന് തുറന്നു പറയാത്തത് വഴി ആ പെൺകുട്ടിയുടെ 6 വർഷത്തെ യൗവനമാണ് ഈ ഉണ്ണികൃഷ്ണൻ നശിപ്പിച്ചത്. സമൂഹത്തിന് മുന്നിൽ മാന്യമായി ജീവിക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ കരുവാക്കുന്നത് മനുഷ്യാവകാശ ലംഘനമല്ലേ? ഈ കേസിൽ ഉണ്ണികൃഷ്ണനെ ന്യായീകരിച്ചും പലരും മുന്നോട്ട് വരുന്നു. അവൻ നല്ലവനാണ്, ഇവളാണ് മോശം എന്നൊക്കെ പറയുന്നവർ ഒരു സ്ത്രീയുടെ ജീവിതം തകർത്തതിനു ശേഷം എന്തിനു വേണ്ടി ഇതെല്ലാം മറച്ചു വെക്കപ്പെടുന്നു? 200 പവൻ സ്വർണവും സ്ത്രീധനം നൽകിയാലും സ്നേഹം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ബന്ധത്തിന് അർത്ഥമില്ല. ആരെങ്കിലും ഒരാൾ തുടർച്ചയായ മാനസിക വിഷമത്തിലാണെന്ന് നിങ്ങൾ കണ്ടാൽ അവർക്ക് വിദഗ്ധ സഹായം ഉറപ്പാക്കാൻ വീട്ടുകാരും സുഹൃത്തുക്കളും ശ്രദ്ധിക്കണം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എന്നാൽ ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് വലിയ കുറ്റവുമാണ്. ഇനിയൊരു ഗ്രീമയും ഇവിടെ ഉണ്ടാകരുത്. നിങ്ങളുടെ പങ്കാളിയോട് സത്യസന്ധത പുലർത്തുക. ബന്ധങ്ങളിൽ സ്നേഹമില്ലെങ്കിൽ അത് മാന്യമായി വേർപെടുത്തുവാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണം. ഒളിച്ചു വെക്കുന്ന സത്യങ്ങളെക്കാൾ നല്ലത് വേദനിപ്പിക്കുന്ന സത്യങ്ങളാണ്. ഈ വീഡിയോ പങ്കുവെക്കുന്നതിലൂടെ ഇത്തരം സാഹചര്യങ്ങളിൽ അകപ്പെട്ടു പോയവർക്ക് പ്രതികരിക്കാനുള്ള ധൈര്യം ലഭിക്കട്ടെ. അതിശയോക്തിയൊന്ന് തോന്നുമെങ്കിലും ഗ്രീമയുടെ ബന്ധുക്കൾ ഉണ്ണികൃഷ്ണൻ നേരെ ഉയർത്തുന്ന ആരോപണങ്ങൾ ഗുരുതരമാണ്. എൻ്റെ പല സുഹൃത്തുക്കളിൽ നിന്നും അറിഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ ഒരു ആൺ സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ നിരന്തരമായി ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കയറി മണിക്കൂറുകളോളം ചിലവഴിക്കുന്നതും ഈ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുന്നതായിട്ടും ഉള്ളത് ഉണ്ണികൃഷ്ണൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഗ്രീമ മരിക്കുന്നതിന് അവൻ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് വരെ, മരിക്കുന്നതിൻ്റെ തലേന്ന് വരെ ഉണ്ണികൃഷ്ണൻ ഈ സൈറ്റിൽ മണിക്കൂറോളം ചിലവഴിച്ചതിൻ്റെ രേഖകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എല്ലാവരും വേണമെങ്കിൽ ആരുടെ മുമ്പ് വേണമെങ്കിലും ഞാൻ കാണിക്കാൻ തയ്യാറുമാണ്.